ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്നത്തെ റെസിപ്പി സ്പെഷ്യലായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഗ്രിൽഡ് ഫിഷിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മിക്സി ജാറിലേക്ക് ഒരു 8 തൊട്ട് 10 വരെ വെളുത്തുള്ളി അല്ലി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളകും 1 ടീസ്പൂൺ പെരുംജീരകം 1 ടീസ്പൂൺ പെപ്പർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 4-5 കുഞ്ഞുള്ളിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി ഇതുപോലെ വലിയ പീസ് മീനാണ് എടുത്തേക്കുന്നത്. ഒരു 7 പീസ് ഉണ്ട് ഇത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഷീലാവ് എന്ന് പറഞ്ഞൊരു മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അരപ്പ് എല്ലാ പീസസിലും കോട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഗ്രേവി ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ 2 തക്കാളി, ഒരു സവാള, പിന്നെ കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം മതിയാവും. നമുക്ക് ചോറിനൊക്കെ ഇളക്കി കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ എല്ലാം അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അരപ്പ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ സവാളയും അതൊക്കെ ഇട്ട് അതിനകത്ത് ഇളക്കി വെച്ചിട്ട് ഇതുപോലെ ഓരോ മീനിൻ്റെ പീസിൻ്റെ മുകളിൽ പൊത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കഷ്ണത്തേലും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഗ്രില്ല് ചെയ്യുന്ന ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 180 ഡിഗ്രിയിൽ 50 മിനിറ്റാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ മൊത്തത്തിൽ 1 മണിക്കൂറാണ് ഗ്രില്ല് ചെയ്തത്. ഒരു 35-40 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അടുത്ത സൈഡും കുറച്ചുകൂടെ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് ചോപ്ഡ് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഓപ്ഷണലാണ്. അഥവാ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലുള്ള നമ്മുടെ സവാളയും ടൊമാറ്റോ ഒക്കെ വെച്ചുള്ള ഗ്രേവിയും ചോറിനകത്തിട്ട് ഇളക്കി കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. Please do like, comment, share and subscribe.